സ്തോത്രം. ഞാൻ ഈ ദൈവസ്ഥല പ്രാർത്ഥനയോട് കൂടി ഇരിക്കുകയായിരുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. സ്വർഗരാജ്യത്തെ സ്തോത്രം കന്യകമാരോട് സാദൃശ്യപ്പെടുത്തുകയാണ്. അനേക ഉപമകൾ യേശു ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് കന്യകമാരെ കുറിച്ചുള്ള ഉപമ. ഇന്ന് സ്തോത്രം കന്യകമാരെ കുറിച്ച് ദൈവാത്മ വചനത്തെ കൂടെ പഠിപ്പിക്കുക. 2-ാം വാക്യം പറഞ്ഞ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. നമ്മൾ ഈ ലോകപ്രകാരം ഒരു വ്യക്തി ബുദ്ധിയുള്ളവനെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും റാങ്ക് ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻ ചെയ്ത കണ്ടുപിടുത്തങ്ങൾ നടത്തിയ വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ നല്ല അറിവുള്ള ലോക പരിചയമുള്ള ആളുകളെയൊക്കെ നമ്മൾ ബുദ്ധിമാന്മാരെന്ന് പറയും. നമ്മുടെ സ്തോത്രം വീട്ടിൽ നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് എത്ര മാർക്കുണ്ട് എന്ന് നമ്മൾ കൂട്ടുന്നത് അടുത്തുള്ള അയൽവക്കക്കാരന്റെ മകന്റെ മാർക്കുമായിട്ടാണ്. മാർക്ക് കൂടുതലാണെങ്കിൽ ബുദ്ധി കൂടുതലുണ്ടെന്ന് പറയും, മാർക്ക് കുറവുണ്ടെങ്കിൽ ബുദ്ധി കുറവുണ്ടെന്ന് പറയും. എന്നാൽ ബൈബിൾ സ്തോത്രം ബൈബിൾ പറയുന്ന ബുദ്ധിയും ബൈബിൾ പറയുന്ന ജ്ഞാനവും നമ്മൾ പറയുന്നത് പോലെയല്ല. അതിൻ്റെ അകത്ത് വളരെ വലിയ ആഴമേറിയ ആത്മീക മർമ്മമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ദൈവിക ജ്ഞാനത്തിലോട്ട് ദൈവം നമ്മളെ നയിക്കാൻ പോകുക. ലോകം നമുക്ക് തരുന്ന വിലയിലല്ല ദൈവം നമുക്ക് വിലയിടുന്നത്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കൊരു വിലയിട്ടിട്ടുണ്ട്. ആ വില നിങ്ങൾ അടുത്ത ലെവലിലോട്ട് വളർത്താൻ പോകുക. ഇന്ന് സ്തോത്രം ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് വേണ്ടി ആലോചിക്കുമ്പോൾ ആളുകൾ നോക്കുന്നത് ഒന്നാമത്തെ കാര്യം കാണാൻ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കും. പിന്നെ സ്തോത്രം പൈസയുണ്ടോ എന്ന് നോക്കും, എത്ര പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ലോകത്തിൽ കന്യകമാരെ വിവാഹത്തിന് വേണ്ടി ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ബൈബിൾ എന്താണ് നോക്കുന്നതെന്ന് അറിയാമോ? ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും. ഇന്ന് രാത്രി ചിലരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവവചനത്തിന്റെ മർമ്മം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വാക്യം കൂടി വായിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 11-2. 2 കൊരിന്ത്യർ 11-2. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിൽ എരിയുന്നു, ആത്മാവിൽ എരിയുന്നു. നിങ്ങളെ ഉണ്ടല്ലോ, ഞാൻ ക്രിസ്തു എന്ന പുരുഷന് വിവാഹം കഴിക്കാൻ സ്തോത്രം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി സ്തോത്രം ദൈവം ഒരുക്കിയിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിന്റെ വരവിങ്കൽ സ്തോത്രം നിത്യതയിലോട്ട് പോകാനായി വിളക്ക് പിടിച്ചുകൊണ്ട് ഈ വിളക്കിലെ തീ കത്തിച്ചുകൊണ്ട് പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് രാത്രി നിങ്ങളെ ഓരോരുത്തരും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി കന്യകയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ വിവാഹ വസ്ത്രം ധരിപ്പിച്ച് ദൈവിക അഭിഷേകം ധരിപ്പിച്ച് ദൈവ സാന്നിധ്യത്തിൽ നിറച്ചുകൊണ്ട് ദൈവം ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ വിവാഹ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാൾ അധികം സ്നേഹിച്ചു. ഇന്ന് രാത്രി ഇവിടെ വന്ന ഓരോരുത്തരോടുള്ള ദൂതൻ എന്തെന്നറിയാമോ? സ്തോത്രം. മറ്റുള്ളവർക്കില്ലാത്ത അധികം കൃപ, മറ്റുള്ളവർക്കില്ലാത്ത അധികം പക്ഷം, മറ്റു രാജകുമാരികൾക്കില്ലാത്ത അധിക ദൈവിക വെളിപ്പാട് ഇന്ന് രാത്രി എസ്തേറിന് ലഭിച്ചതുപോലെ നിങ്ങളുടെ മേൽ ദൈവം പകരാൻ പോകുക. അവളോട് അധികം പക്ഷം തോന്നി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളോട് അധികം ദൈവിക അനുഗ്രഹത്തിലെ ദൈവിക നന്മ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുക. അവളോട് അധികം കൃപ തോന്നി. സ്തോത്രം. നിന്നോട് അധികം ദൈവത്തിന് കൃപ തോന്നാൻ പോകുക. നമ്മളൊരു ജോലിക്കൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ സ്തോത്രം ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒരു കൂടുതൽ ഇഷ്ടം തോന്നണം, എന്നാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മെ കാണുന്നവർക്ക് നമ്മളോടൊരു പക്ഷം തോന്നണം. ഇന്ന് രാത്രി സ്തോത്രം നിന്നോട് അധികം ദൈവത്തിന് പക്ഷം തോന്നുകയാ, നിന്നോട് ദൈവത്തിന് അധികം കൃപ തോന്നുക. എന്തിനാണെന്നറിയാമോ? നിന്റെ തലയിൽ ഒരു കിരീടം വെക്കാൻ. ആ വസ്തി രാജ്ഞിക്ക് പകരം എസ്തേറിന്റെ തലയിൽ ദൈവം ഒരു കിരീടം വയ്ക്കുവാനിടയെ തീർന്നു. അമേരിക്കയിലോട്ട് പോകുവാൻ സ്തോത്രം എമിഗ്രേഷന്റെ മുമ്പിൽ എത്തുമ്പോൾ എന്തിനാ പോകുന്നെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കും.
നമുക്ക് എന്തെങ്കിലും കള്ളലക്ഷണം ഉണ്ടെങ്കിൽ അപ്പം വിസ റിജക്ട് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മെ കാണുമ്പോൾ നമ്മുടെ മുഖത്തൊരു ദൈവിക തേജസ് വെളിപ്പെടണം. എസ്തേറിനെ കണ്ടപ്പോൾ രാജാവിന് അവളോട് പക്ഷം തോന്നി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനൊരു കാര്യം പറയട്ടെ, നിന്നെ കാണുന്നവർക്ക് സ്തോത്രം നിന്നോട് പക്ഷം തോന്നുന്നത് പോലെ ഇന്ന് രാത്രി ചിലതിന്റെ മുഖത്തൊരു തേജസ് വെളിപ്പെടാൻ പോകുക. മത്തായി 25:3 പറയുന്നു, മത്തായി 25:3, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. സ്തോത്രം. അപ്പോൾ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരെയും നമ്മൾ കണക്കാക്കുന്നത് പോലല്ല ബൈബിള് കണക്കാക്കുന്നത്, ദൈവം കണക്കാക്കുന്നത്. സ്തോത്രം. കയ്യിൽ എണ്ണയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോവും, ബൈബിൾ എടുക്കാറുണ്ട്, വെള്ളവസ്ത്രം ഇടാറുണ്ട്, ഹല്ലേലൂയ സ്തോത്രം പറയാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. സ്തോത്രം. എന്നാൽ ചിലരുടെ സ്തോത്രത്തിൽ ഒരു അഭിഷേകത്തിന്റെ നിറവുണ്ടാകും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ബുദ്ധി ഇല്ലാത്തവർക്ക് എണ്ണയില്ല, എണ്ണയില്ലാത്തവന്റെ മുകളിൽ അഭിഷേകമില്ലെന്ന അർത്ഥം. ഇന്ന് രാത്രി നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ സ്തോത്രവും ദൈവിക അഭിഷേകത്തോടെ ആയിരിക്കട്ടെ. നീ ഒരു സ്തോത്രം പറയുമ്പോൾ ഉണ്ടല്ലോ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങണമെന്ന്. നീ ദൈവത്തെ കൈയടിച്ച് ആരാധിക്കുമ്പോഴുണ്ടല്ലോ, നിന്റെ കൈകളിലെ ചങ്ങല പൊട്ടി വീഴണമെന്ന്. ഇന്ന് രാത്രി സ്തോത്രം, എണ്ണയുള്ള ആരാധന, എണ്ണയുള്ള സ്തോത്രം ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവത്തിലെ നിന്നിൽ വെളിപ്പെടട്ടെ. ഈ വിളക്ക് മാത്രമേ കയ്യിലുള്ളൂ, എങ്ങനെ കത്തിക്കണമെന്ന് ഇവർക്കറിയത്തില്ല. സ്തോത്രം. കയ്യിൽ ബൈബിളുണ്ട്, സ്തോത്രം, വചനം വായിച്ച് ധ്യാനിക്കാൻ അറിയത്തില്ല. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കയ്യിൽ പാരമ്പര്യത്തിന്റെ പലതും ഉണ്ടായിരിക്കാം, പക്ഷെ അകത്തളങ്ങളിൽ ദൈവിക അഭിഷേകമില്ലെങ്കിൽ, ദൈവിക എണ്ണയില്ലെങ്കിൽ നീ കത്തത്തില്ല, നീ വെളിച്ചമാകത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അറിയുകയാണ്, ചിലതിനെ ഞാൻ കത്തിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചിലത് കത്തുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 92:10 പറയുന്നത്, എങ്കിലും എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നീ ഉയർത്തും, പുതിയ എണ്ണ എന്നെ നീ തേപ്പിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പുതിയ എണ്ണ വേണം, എത്ര പേർക്ക് പുതിയ അഭിഷേകം വേണം? അങ്ങനെയുടെ കൊമ്പ് സ്തോത്രം കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയരാൻ പോകുക. ഇന്ന് രാത്രി നിന്റെ തല താഴ്ന്നെങ്കിൽ പുതിയ എണ്ണ നിന്റെ മേൽ വരുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ തല ഉയരും, നിന്റെ കൊമ്പ് ഉയരാൻ പോകുക. ചിലത് പറയാറുണ്ട്, എന്റെ തല എനിക്ക് ഉയർത്താൻ ഒക്കുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി എത്ര പേർ എണ്ണയ്ക്ക് വേണ്ടി ചോദിക്കും? പരിശുദ്ധാത്മാവിന്റെ എണ്ണ. ബുദ്ധിയുള്ള കന്യക എണ്ണ കൊണ്ടുപോയതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരെ എണ്ണയാൽ അഭിഷേകം ചെയ്യാൻ പോകുക. എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് ഉയർത്തേണ്ടതിന്, നിന്നെ ഒന്ന് മാനിക്കേണ്ടതിന്, നിന്റെ കുടുംബത്തെ ദേശത്തിൽ അനുഗ്രഹിക്കേണ്ടതിന് ഒരു പുതിയ എണ്ണയുടെ അഭിഷേകത്തെ പകരുക. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം, എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കേട്ടും രസിക്കും. ഇന്ന് രാത്രികാലം ഒരു ദൂത ഏറ്റെടുത്തോ. ആരാണോ നിന്റെ തകർച്ച ആഗ്രഹിക്കുന്നത്, ആരാണോ നിന്റെ നാശം ആഗ്രഹിക്കുന്നത്, നിന്റെ കുടുംബം ചെതറിപ്പോകുവാൻ പിന്നിൽ നിന്ന് പദ്ധതി ഒരുക്കുന്നവരുണ്ടല്ലോ, അവരെ കണ്ട് സ്തോത്രം നിന്റെ കണ്ണ് രസിക്കാൻ പോകുക. നീ തകരത്തില്ല, നീ പൊളിയത്തില്ല, നീ ദേശത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ദൈവത്തോട് ഒരു പുതിയ എണ്ണയ്ക്ക് വേണ്ടി ചോദിച്ചോ, ദൈവം അത് പകരാൻ പോകുക. നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന, നിങ്ങൾക്ക് സ്തോത്രം, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കിയാലും നിങ്ങളെ പിറകോട്ട് നിങ്ങൾ മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾ ഒരേ സ്ഥലത്തിന് നിൽക്കുന്നത് പോലെ ഉള്ള ഒരു പിറകോട്ടുള്ള ഒരു വലിയുണ്ട്. ദൈവാത്മാവ് പറയുകയാണ്, ദൈവം നിങ്ങളുടെ കൊമ്പിനെ ഉയർത്താൻ പോകുക. നിങ്ങൾക്ക് കൈമോശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൈവിട്ട് പോയിരിക്കുന്ന ചില സൗഭാഗ്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കാലത്തുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയത്, ദൈവത്തിന്റെ ആത്മ പറയുകയാണ്, ഈ 2025 നീ അത് തിരിച്ചു പിടിക്കാൻ തയ്യാറായിക്കോ. കുടുംബമായി സ്തോത്രം ദൈവം ചില സ്ഥലങ്ങളിലോട്ടൊക്കെ പറഞ്ഞയച്ച് ചില വർഷങ്ങൾ നിങ്ങളവിടെ പാർപ്പിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. ഇന്ന് രാത്രി ഒരു പുതിയ എണ്ണയ്ക്ക് വേണ്ടി തയ്യാറായിക്കോ, ദൈവം പകരാൻ പോകുക. സങ്കീർത്തനങ്ങൾ 89:20 അവിടെ പറയുകയാണ്, ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവന് അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി എത്ര പേർക്ക് പവിത്ര തൈലം, വിശുദ്ധ തൈല അഭിഷേകം വേണം? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മേലൊരു അഭിഷേകം വന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ രൂപം മാറും, നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മാറും.
ദാവീദിനെ സ്തോത്രം, ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തിയിട്ട് അവന്റെ കയ്യിൽ ഒരു 10 കോടി രൂപ കൊടുത്തെന്നല്ല പറഞ്ഞത്. അവന് കുറെ കുതിരകളും കുറെ രഥങ്ങളും കൊടുത്തെന്നല്ല പറഞ്ഞു. ഒന്നും കൊടുത്തില്ല. ആകെ ഒന്ന് മാത്രമേ കൊടുത്തുള്ളൂ, വിശുദ്ധ തൈലത്തിന്റെ അഭിഷേകം. ഇന്ന് രാത്രി അത് കിട്ടിയാൽ എല്ലാം നിന്റെ പിറകപ്പോരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ പിറകപ്പോരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ കടന്നു വന്ന ചിലതിന്റെ മുകളിൽ ഒരു തൈലിക അഭിഷേകം പകരാൻ പോകുക. ഈ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഉണ്ടല്ലോ, അവൻ എവിടെ പോയാലും അവിടെ മാറും. ആ സ്ഥലത്ത് അവൻ മാറ്റും. ഇന്ന് രാത്രി നീ ഇരുട്ടിന്റെ ഇടയിലാണോ ഇരിക്കുന്നത്? നിന്റെ ജോലി സ്ഥലത്ത് പ്രതിസന്ധിയാണോ? നിന്റെ ബിസിനസ് തകർന്നതാണോ? ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടല്ലോ, അവസ്ഥകളെ മാറ്റുമെന്ന് മനസ്സിലാക്കിക്കോ. നീ ഇരിക്കുന്ന സ്ഥലം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. पवित्र तेल का अभिषेक पाए हुए व्यक्ति जिस जगह में रहेगा, जहाँ पर वो अंधेरे जगह में रहेगा या जहाँ पर अपने नौकरी के स्थान में विपरीत परिस्थितियों से होकर गुजर रहा हो, ऐसे जगह में वो रहेगा जिसके ऊपर में पवित्र अभिषेक है, अभिषेक का तेल है, वो हर एक जगह में परमेश्वर की बड़ी महिमा को अपने जीवन में देखने पाएगा. എന്നിട്ട് ബൈബിൾ പറയുകയാണ്, അടുത്ത വാക്യം, എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ കൈ നിന്നോടുകൂടെ സ്ഥിരമായിരിക്കാൻ പോകുക. എന്തിനാണെന്നറിയാമോ? നിന്നെ ചില സ്ഥലങ്ങളിൽ ബലപ്പെടുത്തുവാൻ. ആമേൻ. നിന്റെ ജോലി സ്ഥലങ്ങളിൽ നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്റെ സഭയിൽ നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തിൽ നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വിശുദ്ധ തൈല അഭിഷേകം ചിലതിന്റെ മേൽ ദൈവം പകരുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം, ശത്രു അവന് തോൽപ്പിക്കത്തില്ല, നീ തോറ്റുപോകത്തില്ലെന്ന്. എത്രവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? നിന്റെ തലമുറ പഠിക്കുന്ന കോളേജിൽ, നീ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അവൻ തോറ്റുപോകത്തില്ലെന്ന്. നിന്റെ ബിസിനസ്സിൽ നീ തോറ്റുപോകത്തില്ലെന്ന്. ഇന്ന് രാത്രി നീ തോറ്റുപോകുമെന്ന് കരുതുന്നെങ്കിൽ ഈ അഭിഷേക ധൈര്യമുണ്ടല്ലോ, എണ്ണയുണ്ടല്ലോ, നിന്നെ ജയിപ്പിക്കാൻ പോകുക. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ബുദ്ധിയുള്ള കന്യക. ഇന്ന് രാത്രി ബുദ്ധിയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് നമ്മുടെ പ്രത്യേകത എന്നറിയാമോ? നമ്മുടെ തലമുകളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ് നമ്മുടെ പ്രത്യേകത. പ്രസിദ്ധിയായിരിക്കുന്ന ഒരു ദൈവരാശി ഉണ്ടായിരുന്നു, ഒരു പ്രവാചകി ഉണ്ടായിരുന്നു, മേരി കൗർ എന്നായിരുന്നു ആ ആന്റിയുടെ പേര്. അവരുടെ പ്രത്യേകത, അവരുടെ മുകളിൽ അഭിഷേകത്തിന് തൈലം ഉണ്ടായിരുന്നു. ഒരിക്കലൊരു വീട്ടിൽ ഒരു വ്യക്തിയുടെ മേൽ ഭൂതത്തിന്റെ ഉപദ്രവം ഉണ്ടായി. അദ്ദേഹത്തിന് ഭൂതം ബാധിച്ചപ്പോൾ ഇവർ മേരി കൗർ ആന്റിയെ വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെ അവരുടെ അംബാസഡർ കാറിൽ ഈ വീട്ടിലോട്ടെത്തി പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ആ ഭൂതം ബാധിച്ച വ്യക്തിയെ കാണാനില്ല. വീട് മുഴുവൻ അന്വേഷിച്ചു, എല്ലാ ഭാഗത്തും അന്വേഷിച്ചു, ഇവരെ കാണാനില്ല. അങ്ങനെ മേരി കൗർ ആന്റി പറഞ്ഞു, ഞാൻ തിരികെ പോവുക, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് അവരോട് പറയരുതെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം ആരോടും പറയാതെ പെട്ടെന്ന് അവരുടെ വാഹനത്തിൽ വീട്ടിലെത്തി. ഇവരാ വീട്ടിലെത്തുകയും ഇവരെ കണ്ട ഉടനെ ആ ഭൂതം ബാധിച്ച വ്യക്തി അലറിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ അകത്തുള്ള ഭൂതം അദ്ദേഹത്തെ വിട്ടുപോയതിന്റെ ശേഷം മേരി കൗർ ആന്റി ചോദിച്ചു, കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ നിങ്ങൾ എവിടെ പോയതാ? അപ്പോൾ അപ്പുറത്തെ പശുവിന്റെ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ വരുന്നെന്ന് അറിഞ്ഞിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അകത്തൊരു അഭിഷേകത്തിന്റെ എണ്ണയുണ്ടെങ്കിലുണ്ടല്ലോ, നീ പോകുന്ന സ്ഥലങ്ങളിൽ നീ എത്തുന്നതിന് മുന്നേ തന്നെ വിടുതലുകൾ ആരംഭിക്കും. ഇന്ന് രാത്രി സ്തോത്രം, വിശുദ്ധ തൈലത്താൽ ആ ദാവീദിന് അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ തൈലം ഇന്ന് രാത്രി എത്ര പേരെ ഏറ്റെടുക്കും? ദാഗോന്റെ വിഗ്രഹം യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ വീണതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ചില ശക്തികൾ ദൈവസന്നിധി വീഴുന്നത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു തേജസ് നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ദൈവശക്തി ഏറ്റെടുത്തോ. ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാ. ദാവീദിന്റെ മുകളിൽ അഭിഷേകം ഒഴുകി. എന്നിട്ട് പറയാം, എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ദൈവം ഉയർത്തും. ദാവീദ് രാജ്യത്തിന്റെ രാജാവായതുണ്ടല്ലോ, അവന്റെ കുടുംബ മഹിമ കൊണ്ടല്ല, അവൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ വലിപ്പം കൊണ്ടല്ല, അവന്റെ മുകളിൽ പകരപ്പെട്ട അഭിഷേകം കൊണ്ടാ. ഇനി ആരും നിങ്ങളോട് ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് രാത്രി കടവാരത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കടവാരത്തിൽ ഫൈനാൻഷ്യലായി എല്ലാ മേഖല അടഞ്ഞിട്ട് കടം കൊണ്ട് മൂടിയിരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതാരും നിങ്ങളോട് പ്രസംഗിക്കാത്ത ഒരു കാര്യമാണ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 6-ാം വാക്യം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അടുത്ത വാക്യം, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു.
എന്നിട്ട് ദൈവപുരുഷൻ പറഞ്ഞതാണ് നിങ്ങളോടുള്ള ദൂത്, നീ ചെന്ന് ആ എണ്ണ വിറ്റിട്ട് കടം വീട്ടുക, ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കള് ഉപജീവനം കഴിച്ചു കൊള്ളുക. അങ്ങനെ ആണെങ്കിൽ ഈ എണ്ണയുടെ അഭിഷേകം ഉണ്ടല്ലോ, ഒന്ന് നിന്റെ കടം മാറും. ആമേൻ. 2, നിന്റെ മുട്ടിയിരിക്കുന്ന ഉപജീവനം ഉണ്ടല്ലോ, നിന്റെ ദൈനംദിന കാര്യങ്ങളുണ്ടല്ലോ, അത് എണ്ണ നടത്തി തരുമെന്ന്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഈ ദൂത് നിങ്ങൾ കേട്ട് കാണത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ കടഭാരങ്ങൾ, നിന്റെ ദാരിദ്ര്യം, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ എണ്ണ മാറ്റും. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത് ബുദ്ധിയുള്ള കന്യക എന്ന് വെച്ചാൽ, ബുദ്ധിയുള്ള കന്യക ഒരുപാട് പാത്രങ്ങൾ സൂക്ഷിക്കും, അവർക്ക് ഒരുപാട് എണ്ണ കിട്ടും. നിന്റെ കയ്യിലുള്ള പാത്രത്തിന്റെ അളവിനനുസരിച്ചായിരിക്കും നിനക്ക് എണ്ണ വരുന്നത്. ഇന്ന് രാത്രി ബുദ്ധിയുള്ളവർ എന്നാ ചെയ്യുമെന്നറിയാമോ? ഒരുപാട് പാത്രങ്ങൾ എടുത്തു വെക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ ദൂത് പറയട്ടെ, നീ ഒരുപാട് പാത്രങ്ങൾ തയ്യാറാക്കിക്കോ. ദൈവത്തിന്റെ എണ്ണ അതിൽ നിറയാൻ പോകുകയാ. ദൈവത്തിന്റെ ആത്മ പറയാണ്, പ്രാർത്ഥനയുടെ ഒരു എണ്ണ നിങ്ങളുടെ മേൽ പകരാൻ പോകുക. രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, ഇന്ന് ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തൈലത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പോലെ ദൈവം നിങ്ങളെ മാറ്റാൻ പോകുക. നിങ്ങളുടെ വഴികൾ ദുർഘടമായിരിക്കുന്ന വഴികളാ. നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, സ്തോത്രം, മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നത് പോലുള്ള ഇടങ്ങളാ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വഴിയെ ഞാൻ വിശാലമാക്കും. നിങ്ങളുടെ കുടുംബത്തിൽ, സ്തോത്രം, നിങ്ങളെ പറിച്ചു മാറ്റിയെടുപ്പാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ മാത്രം മാറ്റിക്കളയുവാൻ ഈ ദിവസങ്ങളിൽ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നവളെ പോലെ ആക്കി മാറ്റാൻ പോകുക. ദൈവാത്മാവ് മഹാരാഷ്ട്ര എന്ന സ്ഥലം ദൈവാത്മാവിനെ കാണിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു വഴി തുറക്കാൻ പോകുക. ഇന്ന് രാത്രി ബുദ്ധിയുള്ള കന്യകമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ കടങ്ങൾ ദൈവം വീട്ടാൻ പോകുക. വീടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം വീട് തരാൻ പോകുക. ഉപജീവനത്തിന് വഴിയില്ലെങ്കിൽ ഉപജീവനത്തിന്റെ വഴി എണ്ണ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പോകുക. आपके जीवन निर्वाह के लिए रास्ता नहीं है, परमेश्वर का तेल, अभिषेक का तेल आपके लिए जीवन निर्वाह का रास्ता को खोलने जा रहा है. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അടുത്ത വാക്യം, സ്തോത്രം, മത്തായി സുവിശേഷം 25-ാം അധ്യായം 5-ാം വാക്യം 6-ാം വാക്യം. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വന്നു, അവന് എതിരേൽപ്പൻ പുറപ്പെടുവിനെന്ന് ആർപ്പ് വിളി ഉണ്ടായി. ഈ ആർപ്പ് വിളിക്കുന്നവര് എന്റെ ഭാഷയിൽ നാട്ടുകാരാണ്. പുറമേ ഉള്ളവരാണ് ആർപ്പ് വിളിക്കുന്നത്. കാരണം ആർപ്പ് വിളിക്കുന്നത് ആർക്കാന്നറിയാമോ? കന്യകമാർക്ക് വേണ്ടിയിട്ടാ. എല്ലാവരുടെ കയ്യിലും വിളക്കുള്ളത് കൊണ്ട് ഇവർ ആർപ്പ് വിളിക്കുകയാണ്. ഇവർക്കറിയത്തില്ലല്ലോ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരെയും. ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ ലോകക്കാർ കരുതുന്നു ഇവരെല്ലാം സ്വർഗത്ത് പോകുമെന്നാ. പക്ഷേ സ്തോത്രം, വിളക്കുള്ളത് കൊണ്ട് മാത്രം സ്വർഗത്ത് പോകണമെന്നില്ലല്ലോ. അവർ അതുകൊണ്ട് ആർപ്പ് വിളിക്കുക, ഭയങ്കര ആർപ്പ് വിളിയാ. പക്ഷെ ഈ ആർപ്പ് വിളി കൊണ്ടൊന്നും അക്കരെ എത്തത്തില്ല. ഇന്ന് പകൽക്കാലം വിളക്കുള്ളത് കൊണ്ടും അക്കരെ എത്തത്തില്ല. വിളക്കിൽ എണ്ണയുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. 12:35 അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ദൈവാത്മാ പറയുക, ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ തൈലത്താൽ നിങ്ങളുടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കായി മാറട്ടെ. രാത്രി ദൈവം നിങ്ങളെ കത്തിക്കാൻ പോകുക. ബുദ്ധിയില്ലാത്ത കന്യകമാർ അവരുടെ മുമ്പിൽ വാതിൽ അടഞ്ഞപ്പോൾ ബുദ്ധിയുള്ള കന്യകമാരുടെ മുമ്പിലുള്ള വാതിലുകൾ ഓപ്പണായി. സംസാരിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ മുന്നിൽ ഡോർ ഓപ്പൺ ആകാൻ പോയ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചില തടസ്സങ്ങളായിരിക്കുന്ന മേഖലകൾ, നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിച്ചിട്ടും മാറാത്ത ചില ശൂന്യതയുടെ തടസ്സങ്ങൾ ഇന്ന് രാത്രി മാറ്റാൻ പോകുക. നിങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളൊരു വ്യക്തിയാ. ഇന്ന് രാത്രി നിങ്ങളൊരു തൈലം ചോദിച്ചോ, ദൈവത്തിന്റെ എണ്ണ, അത് നിങ്ങളുടെ സ്തോത്രം നിങ്ങളുടെ സിറ്റുവേഷൻ മാറ്റും. പാസ്പോർട്ടിൽ നിങ്ങൾക്ക് ചില പാസ്പോർട്ടുകളും അതിൽ ചില സീലുകളും ഒക്കെ വീഴുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പുതിയ വഴികൾ ഒപ്പിടാൻ പോകുക. നിങ്ങൾ പ്രാർത്ഥിച്ചോ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ 6 മാസത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ചലനം നടക്കും. നിങ്ങൾ 20 എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 6 മാസത്തിനകത്ത് ദൈവത്തിന്റെ ചില അടയാളങ്ങൾ നടക്കാൻ പോകുക. ബൈബിൾ പറയുന്നത് നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. പോവുകയാണ്. ഇവിടെ രോഗികളായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ സ്തോത്രം,
നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചോ, യേശു ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കും. ജോലി ഇല്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, സ്വന്തമായി വീടില്ലാത്തവർ സകലരും ഇന്ന് രാത്രി നിങ്ങളുടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണ്.